മനുഷ്യൻ വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഒരാളെ അവന്റെ താല്പര്യത്തിന് എതിരായി തുണി അഴിപ്പിക്കുന്നത് ഒരു അപമാനമായി തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. കേരളത്തിൽ ഷർട്ട് ഇടുന്ന മനുഷ്യർ ഉണ്ടാകുന്നത് 1800-കൾക്ക് ശേഷമാണ്. അതുവരെയും ഷർട്ടിന് പകരം മേൽമുണ്ടായിരുന്നു വസ്ത്രം. ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ടും ഒരു തോളിൽ മടക്കിയിട്ട മേൽമുണ്ട് ആഢ്യത്വം കാണിക്കാനായി ചിലർ ഉപയോഗിച്ചിരുന്നു. മേൽമുണ്ട് ഒരു ഉടുവസ്ത്രം എന്നതിനേക്കാൾ ഉപരിയായി ജാതിയും പ്രതാപവുമാണ് കാണിച്ചിരുന്നത്. രാജാക്കന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും തിളങ്ങുന്ന പല നിറത്തിലുള്ള പട്ടുകൾ മേൽമുണ്ടായി ഉപയോഗിച്ചു. ബ്രാഹ്മണരും നായന്മാരും വെളുത്ത കോട്ടൺ മേൽമുണ്ടുകൾ ധരിച്ചിരുന്നു. അതിൽ തന്നെ കാശുള്ളവർ വീതി കൂടിയ സ്വർണ്ണക്കസവുള്ളതും ധരിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിൽ താഴേക്കുള്ളവർക്ക് മേൽവസ്ത്രം അനുവദിച്ചിരുന്നില്ല. ആണും പെണ്ണും അരയ്ക്കുമേൽ നഗ്നരായി തന്നെ നടക്കണം. അയിത്തം കൊടികുത്തി വാണിരുന്ന ആ കാലത്ത് കണ്ണിൽ പെടുന്നതും കീഴാളർ ചെയ്യുന്നതുമെല്ലാം കുഴപ്പമായിരുന്നു. എന്നാൽ രാത്രികാലങ്ങളിൽ ഈ മേൽജാതിക്കാരുടെ ലൈംഗിക ചിന്തകളിൽ ജാതി ഉണ്ടായിരുന്നതുമില്ല. നിരവധി പേരുടെ ജീവൻ കൊടുത്ത് എണ്ണമില്ലാത്ത സമരങ്ങൾ ചെയ്താണ് ഈ അയിത്തം നമ്മൾ മറികടന്നത്. അന്നത്തെ പല അനാചാരങ്ങളും ഇല്ലാതാക്കിയതിന് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് കയറാം എന്ന അഭിപ്രായം വന്നപ്പോൾ പഴയ ചില തമ്പുരാക്കന്മാർക്ക് പൊള്ളുന്നുണ്ട്. അമ്പലങ്ങളിൽ കയറണമെങ്കിൽ ആചാരം പാലിക്കണം, അല്ലാത്തവർ അവിടേക്ക് പോകേണ്ട എന്നൊക്കെയാണ് പലരും പറയുന്നത്. തീർച്ചയായും ഭക്തിയുള്ളവരാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അതിൽ ഷർട്ട് അഴിച്ച് പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും. അവരെ അതിന് അനുവദിക്കുക. ഇനി മേൽവസ്ത്രം ഇല്ലാതെയേ ക്ഷേത്രത്തിൽ പോകൂ എന്നുള്ളവർ അങ്ങനെയും പോകട്ടെ. എന്നാൽ ഗുരുവായൂർ പോലെ തിരക്കുള്ള അമ്പലങ്ങളിൽ വിയർത്ത് കുളിച്ച് ഇങ്ങനെ നഗ്ന ശരീരങ്ങൾ തമ്മിൽ ഉരസി നിൽക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്ന ഒട്ടേറെ ആളുകളുണ്ട്. പ്രസാദവും അനുഗ്രഹവും കിട്ടുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ചർമ്മരോഗങ്ങളും മറ്റ് പകർച്ചവ്യാധികളും കൂടെ കിട്ടിയേക്കാം. സ്ത്രീകൾക്ക് മാറുമറക്കാൻ അനുവാദം ഇല്ലാതിരുന്ന നാട്ടിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ കാണുന്ന കേരളത്തിലേക്ക് നമ്മൾ എത്തിയത്. ജനങ്ങളുടെ ക്ഷേമത്തിനും സൗകര്യങ്ങൾക്കുമാണ് ഏതൊരു ഭരണകർത്താവും ആദ്യ പരിഗണന കൊടുക്കേണ്ടത്. വിശ്വാസമൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. പണ്ട് കൊച്ചിയും തൃശ്ശൂരുമൊക്കെ അടക്കി വാണിരുന്ന ആളാണ് ശക്തൻ തമ്പുരാൻ. അക്കാലത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപം വലിയ കാടായിരുന്നു. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അന്ന് ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം കടത്തിവിടുക എന്നതായിരുന്നു ശിക്ഷ. ആ കാട്ടിലേക്ക് പോയവരാരും ജീവനോടെ തിരികെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം കടുവയും പുള്ളിപ്പുലിയും ഒക്കെയുള്ള ഒരു കാടായിരുന്നു അത്. അപ്പോഴാണ് അക്കാലത്ത് ശക്തൻ തമ്പുരാന്റെ മുമ്പിൽ ചില പരാതികൾ വരുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപത്ത് കൂടി നടക്കാൻ പറ്റുന്നില്ല, കാട് വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നായിരുന്നു ആ പരാതികൾ. തൃശ്ശൂർ വന്നു കാടൊക്കെ കണ്ട ശേഷം പിറ്റേന്ന് വെളുപ്പിനെ 100 കണക്കിന് പണിക്കാരെയും കൂട്ടി ശക്തൻ തമ്പുരാൻ വടക്കുംനാഥിന് മുന്നിലെത്തി. പണിക്കാർ ആ കാട് വെട്ടിത്തെളിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് വാളും ചിലമ്പുമായി ചാടി തുള്ളിക്കൊണ്ട് ഓടി വന്നു. രാജാവിനോട് പറഞ്ഞത് ഈ കാട് അച്ഛന്റെ ജടയാണ്, വെട്ടരുത് എന്നാണ്. മുമ്പ് ടിപ്പു സുൽത്താൻ വന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ദ്രോഹങ്ങൾ ചെയ്തപ്പോൾ ഈ ശൗര്യം എവിടെയായിരുന്നു എന്നാണ് ശക്തൻ തമ്പുരാൻ തിരികെ ചോദിച്ചത്. അത് കേട്ട വെളിച്ചപ്പാട് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ഉണ്ണി നമ്മളോട് കളിക്കുന്നല്ലേ, കാട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന വാൾ തലയിൽ വെച്ച് ആ ചിലമ്പ് കൊണ്ട് പതുക്കെ അടിച്ചു. ഇത് കണ്ട് ശക്തൻ തമ്പുരാൻ ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വാളിന് മൂർച്ച പോരാ, മൂർച്ചയുള്ള വാൾ എൻ്റെ കയ്യിലുണ്ട്, കാര്യം വേഗം കഴിക്കാം. ഇത് പറഞ്ഞു തീരലും കയ്യിലെ വാളെടുത്ത് വീശിയതും ഒരുമിച്ചായിരുന്നു. വെളിച്ചപ്പാടിന്റെ തല രണ്ടായി പിളർന്നു. ഇത് കണ്ട് അന്തം വെട്ടുന്ന പണിക്കാരോട് അദ്ദേഹം ആജ്ഞാപിച്ചത്, എന്തിനാണ് നോക്കുന്നത്, പണി നടക്കട്ടെ എന്നാണ്. അങ്ങനെ കാട് വെട്ടിത്തെളിച്ച് ചുറ്റും പ്രദക്ഷിണ വഴിയുണ്ടാക്കി ഇന്നത്തെ തൃശ്ശൂർ പൂരം ആഘോഷിക്കാനുള്ള തേക്കിൻകാട് മൈതാനത്തിന് അടിത്തറയിട്ടാണ് ശക്തൻ തമ്പുരാൻ അവിടെ നിന്നും മടങ്ങിയത്. കൊട്ടാരം ചെന്നപ്പോൾ മൂത്ത തമ്പുരാട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, പാറമേക്കാവിലെ വെളിച്ചപ്പാടിനെ കൊന്നു എന്നൊക്കെ കേട്ടു, ഇനി എന്തൊക്കെ ആപത്താണ് ഉണ്ടാകാൻ പോകുന്നത്, ദൈവകോപം വരില്ലേ എന്നൊക്കെ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭഗവതിയെ അല്ല കോമരത്തെയാണ് കൊന്നത്. ഞാൻ രാജാവാണെന്ന് മറന്ന് അവൻ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കി. സ്ഥലമെല്ലാം വെട്ടി വെടുപ്പാക്കിയത് കൊണ്ട് ഭഗവതിക്ക് സന്തോഷമേ ഉണ്ടാകൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. തൃശ്ശൂർ നഗരത്തിന് ഒരു അലങ്കാരമായിട്ട് ഇന്ന് തേക്കിൻകാട് മൈതാനം അവിടെ ഉള്ളതിന് കാരണം ശക്തൻ തമ്പുരാന്റെ ഈ നടപടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഭക്തർ ഉള്ള ഒരു സ്ഥലമാണ് നോർത്ത് ഇന്ത്യ. എന്നാൽ അവർ പലരും കേരളത്തിലെ അമ്പലങ്ങളിൽ വന്നാൽ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ നിൽക്കാറില്ല. ഈ ഷർട്ട് തന്നെയാണ് പ്രശ്നം. അവരുടെ നാട്ടിലെ അമ്പലത്തിൽ ഇത്തരം ആചാരങ്ങളില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന പഴനി ശ്രീമുരുക ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന് അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാം, അതും ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ. പലരുടെയും സൗകര്യത്തിനും മുതലെടുപ്പിനും വേണ്ടി ഉണ്ടാക്കിയ ചില സമ്പ്രദായങ്ങളാണ് പല ആചാരങ്ങളും. അതിൽ അനാവശ്യമായത് ഒഴിവാക്കേണ്ടി തന്നെ വരും. ഇപ്പോൾ ഇടതുമുന്നണിയിലെ മന്ത്രി കൂടിയായ സിനിമാ നടൻ ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഷർട്ട് അഴിക്കുന്ന ആചാരം വേണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതങ്ങനെ വരൂ. എന്തൊക്കെ പുരോഗമനം അഭിനയിച്ചാലും ഉള്ളിൽ പഴയ മാടമ്പിത്തരം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടെ പുറത്തു വരും. അപ്പോൾ സ്വന്തം ജാതി, തറവാട്ട് മഹിമ എന്നീ കാര്യങ്ങളിൽ ഊറ്റം കൊള്ളും. അതുകൊണ്ടാണ് ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതി എന്ന ഡയലോഗൊക്കെ പുറത്തു വരുന്നത്. ഒരു കാലത്ത് തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഉത്സവകാലത്ത് തൊഴാൻ വന്ന സ്ത്രീകളോട് അകത്ത് കയറണമെങ്കിൽ റൗക്ക, അതായത് ബ്ലൗസ് അഴിച്ചു മാറ്റണമെന്ന ആചാരമുണ്ടായിരുന്നു. ചിലർ നാണിച്ച് മടങ്ങിപ്പോകുന്നതും ചിലർ മതിലിന് അരികിൽ പതുങ്ങി നിന്നുകൊണ്ട് നാണിച്ച് റൗക്ക അഴിക്കുന്നതും താൻ നേരിൽ കണ്ടിട്ടുണ്ട്. റൗക്ക ധരിച്ചിരുന്ന നായർ സ്ത്രീകളെ ക്ഷേത്രത്തിൽ കടത്തില്ലെന്ന അധികാരികളുടെ ഇത്തരം അധിക്ഷേപം താൻ നേരിട്ട് കണ്ടതാണെന്ന് കൊച്ചി രാജ്യചരിത്രത്തിൻ്റെ രചയിതാവും ചരിത്രകാരനുമായ KP പത്മനാഭ മേനോൻ എഴുതി വച്ചിട്ടുമുണ്ട്. ഗണേഷും സുകുമാരൻ നായരുമൊക്കെ റൗക്ക അഴിപ്പിക്കാൻ
ഇനി മുന്നിട്ടിറങ്ങുമോ എന്നും കൂടിയേ അറിയാൻ ബാക്കിയുള്ളൂ.